ഹായ്. നമ്മൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വീണ്ടും കടക്കാൻ പോവുകയാണ്. വളരെ ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ലോക്കൽ ബോഡി, പിന്നെ അത് കഴിഞ്ഞ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പിന്നെ പാർലമെൻ്റ് ഒക്കെ അടുത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വെക്കുകയാണ്. നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവിനെ നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? പലരും പറയും അവർക്കൊരു രാഷ്ട്രീയ പാശ്ചാത്തലമുണ്ട്, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അഭിനിവേശമുണ്ട്, ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇത് വെച്ച് അവരുടെ കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യും. അവർ വിശ്വസിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഏതൊരാളെ നിർത്തിയാലും അവർ ചൂസ് ചെയ്യും. അതിനി ഏതണ്ടനോ അടകോടനോ ആയിക്കോട്ടെ, അവർ സെലക്ട് ചെയ്യും. അതാണോ നമ്മളുടെ പ്രതിനിധിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന യോഗ്യത? തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് ലോക്കൽ ബോഡിയിൽ സംസാരിക്കേണ്ടയാൾ, നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പങ്കെടുക്കേണ്ടയാൾ, നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് പാർലമെൻറ്റിൽ നിൽക്കേണ്ടയാൾ, അത് ഒരു മിയർ രാഷ്ട്രീയ പിൻബലത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഗ്യത നേടേണ്ട ഒരാളാണ്. നമ്മളൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം കടന്നു പോകുന്ന അവസ്ഥകളിലൊക്കെ നമുക്കറിയാം, ഒരു മികച്ച ലീഡർഷിപ്പിൻ്റെ അഭാവം പലയിടങ്ങളിലുമുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ പലരും അൺക്വാളിഫൈഡ് ആണ്. ഒരു യോഗ്യതയുമില്ലാത്തവരെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവുകളായിട്ട് വെക്കുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളൊരു കമ്പനി, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളെ നിങ്ങളവിടെ സെലക്ട് ചെയ്യുമോ? അത് ഏത് പോസ്റ്റ് ആയിക്കോട്ടെ, അതിനി താഴേക്കിടയിലുള്ള പോസ്റ്റ് മുതൽ മാനേജിങ് ലെവൽ വരെയുള്ള പോസ്റ്റ് ആയാൽ പോലും അല്പമെങ്കിലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, ഒരു ക്വാളിഫൈഡ് അല്ലാത്ത, എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്യുമോ? ഒരിക്കലുമില്ല. ഞാനാണെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ല. നീ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ പോലും നമ്മൾ ചെയ്യത്തില്ല. തീർച്ചയായും ചെയ്യാൻ വഴിയില്ല. അപ്പോൾ പിന്നെ നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പോകേണ്ട ഒരാളെ, ലോക്കൽ ബോഡിയിൽ നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കേണ്ട ഒരാളെ എന്ത് ബേസിലാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നത്? മിനിമം ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടേ? ഒരു എക്സ്പീരിയൻസ് വേണ്ടേ? ഒരു താൻ പോരുമ വേണ്ടേ? ഒരു എക്സ്പോഷർ വേണ്ടേ? കോമൺ സെൻസ് എങ്കിലും വേണ്ടേ? ഇങ്ങനെ ചില മിനിമം യോഗ്യതകളെങ്കിലും വെച്ച് വേണം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുക. നമ്മളെല്ലാം അങ്ങനെയൊന്ന് വിചാരിച്ചാൽ ഇവിടെ നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നറിയും. തീർച്ചയായും വലിയ മാറ്റങ്ങൾ സാധ്യമാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്ത് നിയമസഭയിലേക്ക് അയക്കരുത്, അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിലേക്ക് അയക്കരുത്. മറിച്ച് അയാൾ ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കണം, എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് നോക്കണം, അയാൾ കഴിവുകളുള്ള ആളാണോ എന്ന് നോക്കണം. അങ്ങനെ കഴിവുകളുള്ള ഒരാൾ, അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ, സ്വതന്ത്രനായിക്കോട്ടെ, ആ ബൂത്തിൽ, ആ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ കഴിവുള്ളവരെയൊക്കെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവുകളായിട്ടൊന്ന് തിരഞ്ഞെടുത്ത് നോക്ക്. നമുക്ക് വലിയ മാറ്റങ്ങൾ ഇവിടെ സാധ്യമാകുന്നത് കാണാൻ പറ്റും. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും. മറിച്ച് നിയമസഭയിൽ ചെന്ന് അടികൂടാനും പൊക്കണക്കേട് വിളിച്ചു പറയാനും ഒക്കെ ആയിട്ട് ചുമ്മാതെ കുറേ ആൾക്കാരെ സെലക്ട് ചെയ്ത് വിട്ടിട്ട് എന്ത് കാര്യം? ഒരു ഗുണ്ടയാണോ, അല്ലെങ്കിൽ ഒരു അടിപിടി ഉണ്ടാക്കുന്നവനാണോ, ഒരു കഴിവില്ലാത്തവനാണോ നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് നിയമസഭയിൽ പോകേണ്ടത്? തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ വേളയിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് കൂലങ്കഷമായിട്ട് ആലോചിച്ച് നോക്കുക. നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് മിനിമം ചില ക്വാളിഫിക്കേഷൻ അത് നമ്മൾ തന്നെ സ്പെസിഫൈ ചെയ്യുക. അത് ഈവൻ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, എക്സ്പോഷർ ആയിക്കോട്ടെ, എബിലിറ്റി ആയിക്കോട്ടെ, അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. നമ്മളത് ഡിഫൈൻ ചെയ്യുക. ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ മാത്രമേ ഞാൻ സെലക്ട് ചെയ്യൂ. കാരണം ഇവരാണ് നമുക്ക് വേണ്ടി ലോ ആൻഡ് ഓർഡർ പാലിക്കേണ്ടത്, ഇവരാണ് നമുക്ക് വേണ്ടി രാജ്യം ഭരിക്കേണ്ടത്, ഇവരാണ് നമുക്ക് വേണ്ടി ഈ കമ്പനി റൺ ചെയ്യേണ്ടത്. ഈ കമ്പനി എന്ന് ഉദ്ദേശിച്ചത് ഈ ലോക്കൽ ബോഡി, അതല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്, ഈ നിയമസഭ, ഈ പാർലമെൻറ്റ്, അടുത്ത 5 വർഷത്തേക്ക് ഇവരാണ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം കുറേ ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണ്ടേ? അതില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ രാജ്യത്തിന് ഒരു പുരോഗതിയും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നതിൽ നിന്ന് ഒട്ടും മുന്നേറ്റം ഉണ്ടാവില്ല. സോ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ, ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് ചില മിനിമം ക്വാളിഫിക്കേഷൻസ് നമ്മൾ ഉറപ്പുവരുത്തണം. അയാൾ എക്സ്പീരിയൻസ്ഡ് ആണോ, എഡ്യൂക്കേറ്റഡ് ആണോ, എബിലിറ്റി ഉള്ളയാളാണോ, ഇതൊക്കെ നമ്മൾ നോക്കണം. അതല്ലാതെ
ഓഫ് കോഴ്സ് സ്റ്റേജ് കൂടി നോക്കണം കേട്ടോ. കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് വിട്ടിട്ട് അയാൾ അവിടെ പോയി എന്തോ ചെയ്യാനാണ്? അയാൾ ആശുപത്രിയിൽ പോയി കിടക്കാനേ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി നമ്മൾ മിനിമം ക്വാളിഫിക്കേഷൻസ്, മിനിമം ചില നിബന്ധനകൾ വെച്ച് ഇങ്ങനെ കുറച്ച് സെലക്ഷൻസൊക്കെ ഒന്ന് നടത്തി നോക്കും. വലിയ മാറ്റങ്ങൾ നമ്മുടെ ദേശത്ത് സാധ്യമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. വലിയ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഈ എലക്ഷൻ അതിനൊരു മുഖാന്തരമായി തീരട്ടെ. നമ്മൾ ചില ക്വാളിഫിക്കേഷൻസ് വെച്ച് നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ അത് മിയർ പൊളിറ്റിക്കൽ ചായ്വല്ല, ഒരു രാഷ്ട്രീയ പിൻബലമല്ല, മറിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നമ്മളെ റെപ്രസെൻ്റ് ചെയ്യാൻ തക്ക യോഗ്യതയുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകും. അതിന് ഈ തിരഞ്ഞെടുപ്പ് ഒരു മുഖാന്തരമായി.